ഹലോ, എൻ്റെ പേര് അർച്ചന. എൻ്റെ പേര് പത്തനംതിട്ടയാണ്. ഞാൻ പഠിച്ചത് ആയുർവേദ നഴ്സിംഗാണ്. ഞാൻ ആയുർവേദ നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ചേച്ചിയാണ് എനിക്കെടുത്ത് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് പറയുന്നത്. ആളുടെ മകള് ഈ ഹൈറാൻ കെയർ വഴി തന്നെ അവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന കുട്ടിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജർമ്മനിയിൽ പോയി ഹൗസ് ബിൽഡിംഗ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. പിന്നീട് ഒരുപാട് ഏജൻസികളെ കോൺടാക്ട് ചെയ്തു. അവസാനം കോൺടാക്ട് ചെയ്ത ഏജൻസിയാണ് ഹൈറാൻ കെയർ. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഏജൻസികളെ കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ എല്ലാവരും ഏജിൻ്റെ പ്രശ്നവും ഇയർ ഗ്യാപ്പും എല്ലാം ഒരു വലിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ ഞാൻ ജുബിനെ കോൺടാക്ട് ചെയ്തു. ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് തന്നത്. ഏജ് ഒരു പ്രശ്നമല്ല, 29 35 ആയിക്കോട്ടെ, പഠിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായാൽ പഠിക്കാമെന്നാണ് മാം പറഞ്ഞത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നു. അങ്ങനെ മാം പറഞ്ഞതിന് ശേഷം ഞാൻ ലാംഗ്വേജ് പഠിക്കാനെ കൊണ്ട് തീരുമാനിച്ചു. അങ്ങനെ മെയിൽ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഹൈറാൻ കെയറിൻ്റെ ഇവിടെ വെച്ച് തന്നെയാണ് ലാംഗ്വേജ് പഠിച്ചത്. അങ്ങനെ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്ത് 4 കുട്ടികൾ പാസ്സായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരികയും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത്. പിന്നീട് പോകാനുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ശരിയാക്കുകയും ചെയ്തു. സെലക്റ്റായ കുട്ടികളുടെ എല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ഹൈറാൻ കെയർ ടീം തന്നെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഫ്ലോട്ടിനൊരു 13 സ്റ്റുഡൻസ് ആണ് പോകുന്നത്. നമ്മുടെ ആകെ ഒരു വിശ്വാസം, കോൺഫിഡൻസ്, ധൈര്യമൊക്കെ എന്താ വെച്ചാൽ ഹൈറാൻ കെയറിൻ്റെ ഒരു ടീം നമ്മുടെ ഒപ്പം ഉള്ളതാണ്. നമുക്കിപ്പോൾ അവിടെ ചെന്നാലും വേറൊരു നാട്ടിൽ ചെന്നാലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ നമ്മളെ എന്തിനാലും ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. എല്ലാ പ്രൊസീജിയേഴ്സും ക്ലിയർ ചെയ്ത് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ മാസം അവിടെ തന്നെ ടിക്കറ്റ് എടുത്തു. ഏറ്റവും എല്ലാ കാര്യങ്ങൾക്കും ഹൈറാൻ കെയറിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 1 ഞാൻ ഒരു ഫ്രണ്ട്സ് ജർമ്മനിക്ക് പോവുകയാണ്. എല്ലാ സപ്പോർട്ടും ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് തന്നാൽ ഹൈറാൻ കെയറിന് ഒരുപാട് നന്ദി.